റിയൽമിയുടെ റിയൽമി നോട്ട് 60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നോട്ട് 60 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി നോട്ട് 60ൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനൊന്നും വരാൻ ചാൻസ് ഇല്ല, പക്ഷേ വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയായിരിക്കും വരിക. LCD പാനലായിരിക്കും ഇതിൽ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മിനി ക്യാപ്സ്യൂൾ 2.0 എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് iPhone 15 സീരീസിൽ ഇതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. ഇതൊരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്, അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു ഫോണിൻ്റെ വില 7600 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 187 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.8 mm ആയിരിക്കും. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു IP റേറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് 7600 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ഫോണിൻ്റെ വില എന്നുണ്ടെങ്കിൽ മികച്ചൊരു IP റേറ്റിംഗ് വരും. അതുമാത്രമല്ല മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T612 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ 7600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും വന്നേക്കാം. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് ഫോണിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. പക്ഷേ സിംഗിൾ സ്പീക്കർ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതേ നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 32 മെഗാ മെയിൻ ക്യാമറ സെൻസറും 2 മെഗാ ഒരു സെൻസർ വേറെയും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ ഒരു സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 30 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലല്ല ആ ഒരു ദിവസം ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില ഇന്തോനേഷ്യയിൽ ഏകദേശം 7600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി റിയൽമി നാർസോ N61 എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിലും ഏകദേശം ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് ഈ ഒരു റിയൽമി നോട്ട് 60 എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഇതേ ഫീച്ചേഴ്സുമായിട്ട് ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും റിയൽമി നോട്ട് 60 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.